റോട്ടിലൂടെ വേനലിലും ഇവിടെ ഒരു ചെറിയൊരു ഉറവുണ്ടാവും. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം വരും. 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് കൂട്ടുകയാണെങ്കിൽ വന്ന് പോകുമ്പോഴുള്ള ചാർജ് എന്ന് പറയുന്നത്. ഹായ് ചങ്ങന്മാരുള്ളവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസം പുതിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ റോട്ടിലേക്ക് നിന്നിട്ട് ഇൻട്രോ, അതായത് നല്ല ഒരു ചെറിയൊരു ഇളം വെയിലോട് കൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഓണക്കായതിൻ്റെ പൂക്കൾ, അതായത് ഇതിനിവിടെ ഓണപ്പൂ എന്ന് തന്നെ പറയാം. ഓണപ്പൂക്കളുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമാണ്. മഴ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് സ്കൂളില്ലാത്തത്. പക്ഷേ എങ്കിലും മഴയില്ല. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. എന്നുണ്ടെ നമുക്ക് ഓടി നോക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പോകാം. വണ്ടി റെഡി. വണ്ടി ഒന്ന് കഴുകണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ ഞായറാഴ്ച ആട്ടെ. നേറ്റൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് വെള്ളം കാട്ടി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇനി നേരെ അങ്ങാടി പിടിക്കാം നമുക്ക്. കാക്കിരുമ്പാനും കാക്കി ഇന്നലത്തെ ഷർട്ടേ അത് തിരുമ്പാനൊന്നല്ല, തിരുമ്പിക്കോട്ടെ. ഓക്കെ, റെഡി ടു ഗോ. ഇന്നലെ രാത്രി എഡിറ്റിങ് കഴിഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയത് 8:52 കേട്ടോ. 8:52 ഞാൻ ഇറങ്ങി. സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്ക് എന്തായാലും ഒരു 55 ആവുള്ളൂ. അതായത് 9 മണിക്കുള്ളിൽ നമ്മൾ ഇറങ്ങി. ശരിക്കും ഇതിനേക്കാൾ നേരത്തെ എനിക്ക് ഇറങ്ങാറുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 8-8:30 ആകുമ്പോഴേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 9 ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അവിടെ നിന്നതാണ്. അത്രയും നേരത്തെ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് 9 ആയിക്കോട്ടെ, 9 ആക്കാം നമ്മുടെ സമയം. നമ്മൾ 9:30 അല്ല, ഒരു അരമണിക്കൂർ മുന്നേ പിടിക്കാം. 9 മണി. പാലത്തിങ്ങളൊന്നും ആരുമില്ല കേട്ടോ. ടൗണൊക്കെ എത്തിയപ്പോഴത്തേന് ആ ഒരു വെയിലിന്റെ മുഖത്തൊക്കെ മാറിയിട്ട് ഫുള്ളായിട്ട് ഇരുണ്ട് മൂടിക്കെട്ടിയൊരു പ്രവണതയിലേക്ക് വീണ്ടും ക്ലൈമറ്റ് മാറിയിട്ടാ. സ്റ്റാൻഡിൽ ഒരു 9-10 ഒരു 10ാമത്തെ വണ്ടിയൊക്കെ ആയിരിക്കാം ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ. നോക്കാം, നമ്മൾ ഉഷാറായിട്ട് ഓടും കേട്ടോ. മഴ ഇല്ലാന്നാണെങ്കിൽ, മഴ കുറവാണെങ്കിൽ ഓടും. മഴയാണെങ്കിൽ പിന്നെ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. വേറെ സമയം 9:15. ലൈനിൽ നിന്ന് ട്രിപ്പ് കിട്ടിയില്ല. ബാക്കിൽ തട്ടോ, മുന്നിൽ ഗ്യാപ്പില്ല, ബാക്കിലും ഇല്ലോണ്ട്. അപ്പോ ഫോൺ ട്രിപ്പാണ് രാവിലെ തന്നെ. നമ്മുടെ ഫ്രണ്ട് കണ്ണന്റെ ഫോൺ ട്രിപ്പാണ്. കണ്ണൻ്റെ അങ്ങാടിക്ക് പോരണം. ഇതൊന്ന് വരുമോ ചോദിച്ചു. പിന്നെ അവനെ കൊണ്ടുവരാം. കഴിഞ്ഞിട്ടൊന്ന് അവൻ്റെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ലൈനിൽ നിന്ന് കഴിഞ്ഞിട്ടും കിട്ടാനേ കുറച്ചുകൂടി വൈകിട്ടാം. ഞാനിപ്പോഴും മുന്നിക്ക് പോലും എത്തിയില്ല. ഞാൻ എത്തിയിട്ട് ഞാൻ ലൈനിക്ക് വന്നിട്ട് ആകെ 3 വണ്ടിയാണ് പോയത്. 10 വണ്ടിയിൽ 3 വണ്ടി പോയി. എനിക്ക് 7 വണ്ടി ഇനിയും കഴിയണം. എന്നിട്ട് എനിക്ക് ട്രിപ്പ് കിട്ടുള്ളൂ. കണ്ണനെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഞാൻ അടുത്തൊരു സൈജുവിനെ ഇതെടുക്കാം. നാട്ടിലത്തെ കടയൊക്കെ നാട്ടിക്കാണ്. അപ്പോൾ ഓനെ കൂടി കൊണ്ടാക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് 2ാമത്തെ ട്രിപ്പാണത്. തള്ളുകയാണ് ഓനെ കൊണ്ടാക്കിയിട്ട് 9:30 സമയം. അപ്പൊ നമ്മൾ 70 റുപ്യക്ക് ഓടിയൊക്കെ ഉണ്ടോ ഓൻ്റെ മക്കളെ. ഇവിടെ കുറച്ച് ഇറക്കണം. ഇവിടെ തള്ളിയില്ലെങ്കിൽ കുഴപ്പമില്ല. വണ്ടിയിൽ കയറി ഇരുന്നാൽ മതി. വണ്ടി അങ്ങനെ പൊക്കോളും. ഇത് നമ്മളുടെ പാടൊക്കെയാണ് കാണുന്നത്. അപ്പുറയാണ് നമ്മളുടെ റോഡും പാലൊക്കെ ഉള്ളത്. അത് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു വഴിയാണിത്. അപ്പൊ ഇവിടെ ഒരു ഉറവ. ഇവിടെ വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും കേട്ടോ റോട്ടിലൂടെ. വേനലിലും ഇവിടെ ഒരു ചെറിയൊരു ഉറവുണ്ടാവും. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം വരും. റോട്ടിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടെ ഒരു വീടിന്റെ തറയിലൂടെ ഒക്കെ ഈ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്നൊക്കെ അറിയില്ല. മുമ്പ് ഉണ്ടായിരുന്നാണ്. ഇതൊക്കെ പാടായിരുന്നു മുമ്പേ. ഇപ്പൊ ഇല്ലാതെ തോന്നുന്നു. എന്തൊക്കെയായാലും പാടാണ്. മുമ്പ് ഇപ്പൊ എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്തൊക്കെ അതിലെ വീടുകളൊന്നും വല്ലാതെ ഇല്ല. ഫുള്ളായിട്ട് പാടായിരുന്നു. ഇപ്പൊ അതിലൊക്കെ വീടുകളായി. പാടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉറവയുടെ സാന്നിധ്യം ഉണ്ട്. തോട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫുള്ളായിട്ട് ലോക്കലുകളാട്ടോ. 4 ലോക്കലാണ് അടുത്തത്. ഇപ്പൊ 4, 3, 12 അല്ലേ. മുന്നത്തെ വണ്ടിയെ സ്റ്റാർട്ടാവാൻ ചെറിയ പ്രയാസം ഉണ്ടല്ലോ. ഇല്ല, ഓക്കെ റെഡി. അവിടുന്ന് ടീം വിളിച്ചിരുന്നു. ഇനി ഞാനാ മുന്നിട്ട് തള്ളാം. ഇവിടെ തള്ളുമ്പോ എന്താ പറയാ, സെക്കൻഡ് ഗ്യാപ്പ് തള്ളുമ്പോ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് തന്നെ വേണം തള്ളുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ട്രിപ്പിന്റെ ബാക്കിൽ തന്നെ വേറെ ട്രിപ്പ് വന്ന് നിൽക്കുന്നുണ്ടാവാം. നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലൊക്കെ കാണണം. എന്നാലേ നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ബാക്കത്തോളം കൊണ്ടുപോകും.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ശ്രദ്ധ വേണം ചെങ്ങന്മാരെ. എന്നാ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നിംസിലാണ് ചെങ്ങന്മാരെ, നിംസില. ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് കയറിയ കസ്റ്റമർ എന്നോട് പറഞ്ഞു, വണ്ടി കയറിയിട്ട് നിംസിന്റെ അവിടേക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, നിംസിന്റെ അവിടേക്ക്. നമ്മൾ നിംസിന്റെ ഇവിടെ താഴത്തേക്ക് എത്തിയിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ എവിടേക്കാണ് ചോദിച്ചു. അപ്പൊ ഒരു നിംസിക്കാണ്. ഞാൻ പറഞ്ഞതല്ലേ, അവര് പറഞ്ഞത് എന്തെന്നോട്, നിംസിന്റെ അവിടേക്ക് എന്നാ പറഞ്ഞു. നിംസിന്റെ അടുത്തുള്ള പ്രദേശത്തേക്ക് എവിടേക്കോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഷോപ്പുകളിലൊക്കെ എവിടേക്കോ ആവാലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, അത് നിംസിന്റെ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടേക്കോ ആവാം. ഒരു ലാൻഡ് മാർക്കാണ് നിംസ് എന്ന് പറയുന്നത്. അപ്പോ അതിനേക്കാൾ നല്ലത് അവര് നിംസിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിംസിക്ക് എന്നാണ് പറഞ്ഞാല് നമ്മൾ നേരെ നിംസിൽ കൊണ്ടുവന്ന് ഇറക്കുള്ളൂ. അപ്പൊ അത് അവര് പറഞ്ഞില്ല. ലാസ്റ്റ് അവിടെ ഉണ്ടായി ഞാൻ പൊട്ടനായി. ഇന്നെ ഒരു പൊട്ടനാക്കിട്ട് മാറ്റി. അത് കുഴപ്പമില്ല, പക്ഷെങ്കിൽ ആളുകൾ അങ്ങനെ പറയുള്ളൂ. ഞാൻ എണ്ണ അടിക്കാൻ ഒരു 250 രൂപയ്ക്കെങ്കിലും അടിക്കേണ്ടി വരും. ഇവിടുത്തെ എണ്ണ ടാങ്കിൽ ഫുള്ള് വെള്ളമാണ് തോന്നുന്നു കേട്ടാ. നമ്മളെ ചേച്ചി എന്താ വർത്താനം? നല്ല വർത്താനം. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ എപ്പോഴും വണ്ടിയാണ് അവിടെ. നിങ്ങളെപ്പോഴും ബിസിയാ? നിങ്ങളത് ആര് പറ്റിയില്ല? അതത്രാണ്, അതാണ് മെയിന്. അതാണ് ഒരു തൃപ്തിയാണതേ നിങ്ങളെ കൊണ്ട് അടുപ്പിക്കുമ്പളേ. ആകാശവെള്ള ഓക്കെ. വന്നു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിൻ്റെതായുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. നല്ല രസമാണ്. ഒരു 250 അടിച്ചിക്കണേ ഞാൻ കേട്ടാ. ഇപ്പൊ അരട്ടേങ്ക എണ്ണ ഉണ്ട്. ഞാൻ ഇന്നലെ എണ്ണ അടിച്ചിട്ടുണ്ട്. ഇന്നലെ എണ്ണ അടിച്ചിട്ട് ഓടി നമ്മള്. ഏകദേശം ഇപ്പൊ ഇന്ന് അടിക്കണം. എന്നെ തീരെ ഇല്ലായിരുന്നു വണ്ടിയിലാണ്, ഫുള്ള് കാലിയായിരുന്നു. ഒരു 50 റുപ്യന്റെ എണ്ണ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, പോയിക്കോളി വരണ്ട്. ഒരു 170 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ്. അപ്പൊ അവരെ നമ്മളറിയുന്ന ആളുകളൊന്നല്ല, പക്ഷെ പയ്യൻ നമ്മളുടെ വീഡിയോ ഇൻസ്റ്റയില് കണ്ടത്. അപ്പൊ എന്തായാലും ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ട്രിപ്പാണ്. ഇന്ന് രാവിലെ തൊട്ട് നേരം വരെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. സമയം എന്ന് പറയുന്നത് 12:10 ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ആയാലും കൊള്ളാം. 12:10 വലിയൊരു തെളിയുള്ള ഓട്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും ഇന്ന് ഈ ഒരു ട്രിപ്പ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കന്നെ 10-300 രൂപ ആ റേഞ്ചിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇന്നലെ 300 രൂപയ്ക്ക് പോലും നമ്മൾ ഉച്ചവരെ ഓടിയിട്ടില്ല. അത് ഉച്ചവരെ നമ്മൾ ഓടിയിരുന്നത് 250 250 രൂപയൊക്കെ എത്തിയാണ്. ഓരോ ദിവസം ഓരോ പോലാണ്. ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. വെള്ളം പാകമാണ്, അതുപോലെ തന്നെ ഈ ഒരു വെയില് ഇത് അതിന് പറ്റിയ വെയിലാ. എന്ത് പറ്റി മല്ലയ്യ? ഫോൺ മക്കളെയാ? ഇതാൻ്റെ ഫോണല്ലേ? ഫോൺ ഗെയിമാ? കുളിച്ച് മുടിയൊക്കെ ബാക്കൊക്കെ കെട്ടി സ്റ്റൈലായിക്കണല്ലോ. ചോറുന്നില്ലേ? ഞാൻ തന്നെ ചോറുന്നട്ടെ. ചോറിന്ന് തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറ്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പപ്പടം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കണം നമുക്കൊരു പൂതി. തേങ്ങാച്ചോറിനൊക്കെയാണ് ഞങ്ങൾക്ക് പൂതിട്ടോ. അത് ഞാൻ തന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സാധനമാണത്. എനിക്കും ഇഷ്ടമാണ്. രാത്രിയേക്കും തന്നെ സാധാ ചോറ്. അതിനല്ലേ ഫുൾ ടൈം ഇതാകുമ്പോഴേക്കും നമുക്ക് ചടക്കും ചെയ്യും. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1:40 നാട്ടിലൊക്കെ കിട്ടിയത് ഒരു ലോക്കല. പിന്നെ ഭക്ഷണം വെച്ചിട്ട് പോകണം ഏറ്റവും നല്ല. അമ്മയുണ്ടും പോലെ ആരെയാൻ പോവാട്ടാ. അമ്മയുണ്ട് അങ്ങാടിയിലേക്ക്. അപ്പോൾ മഴ ചെറുതായിട്ട് വരുന്നുണ്ട്. കുട എടുത്തോളി, മഴ പെയ്യും. ഇന്നും മഴ തന്നെ പെയ്തില്ല കേട്ടോ. രാവിലെ ഒന്നും വലിയൊരു മഴ ഇല്ലല്ലോ. ഇല്ല, പെയ്തില്ല അല്ലേ. പക്ഷെ മൊത്തത്തിൽ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ ഒരു പൂളക്കൊമ്പുണ്ട്, അത് പറിക്കണം. പൂള പറഞ്ഞാൽ കപ്പക്കൊമ്പ്. ആ ഭാഗത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ പൂള അറിയുമ്പോഴേക്ക് കോമഡി ആവില്ലേ നമ്മുടെ നാട്ടിൽ പൂള അറിയുമ്പോൾ. ഫോൺ വേണം ഫോൺ കൊടുക്കേ. അമ്മ ബാങ്കിലേക്ക് കേട്ടോ. അപ്പൊ അമ്മനെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇറക്കിയിട്ട് ഞാൻ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറിയിട്ട് ഇന്റെ സ്റ്റാൻഡിലേക്ക് കയറാനാണ് കയറിയത്. നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ 2 സ്റ്റാൻഡ് ഉണ്ട്. അതിൽ ഒരു സ്റ്റാൻഡാണിത്.
നിങ്ങൾ തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറേണ്ടത്. ഈ സ്റ്റാൻഡിലല്ല ബസ് ഇറങ്ങുന്നത് വേറെ സ്റ്റാൻഡുണ്ട്. ആ ഒരു റൂട്ടിലെ സ്റ്റാൻഡുണ്ട്. ആ റൂട്ടിലത്തെ സ്റ്റാൻഡ് മണൽമിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയും. അവിടെ ഇറങ്ങി നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡ്. അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാം. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്. നമ്മുടെ ടൗണൊക്കെ ഫുള്ള് പരിചയമായിരിക്കും. സ്റ്റാൻഡിൽ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് വണ്ടികളുണ്ട്. നമ്മളുടെ ധനേശേട്ടന് താൽക്കാലികമായിട്ടാണെങ്കിലും എന്താ പറയാ വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളതാണ് കാണാത്തത്. ഇപ്പൊ എന്നോട് വിളിക്കുന്നവരൊക്കെ ധനേശേട്ടനെ കുറിച്ച് ചോദിക്കലുണ്ട്. അപ്പൊ ആളതുകൊണ്ടാണ് കാണാത്തത്. ഇപ്പൊ ചെങ്ങന്മാർ ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ ട്രിപ്പ് നമുക്ക് 90 രൂപേന്റെ ട്രിപ്പായിരുന്നു ഇത്. പക്ഷേങ്കില് എനിക്ക് കിലോമീറ്റർ വെച്ചു. അപ്പൊ 80 രൂപയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് തന്നെ അറിയണ്ടാവില്ല. അതിന് 80 കിട്ടിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. 10 റുപ്യ വിഷയമൊന്നുമില്ല. നമ്മൾക്ക് പറ്റിയ വേവല്ലേ, അല്ലാതെ അവർ തരാൻ തയ്യാറല്ല. അതുകൊണ്ടല്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം കിട്ടിയ ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഇപ്പൊ സമയം 2:36 ആയിട്ടുണ്ട്. മഴ തുടരുന്നു. മഴ ഇപ്പൊ ഞാൻ വന്നത് 4 കിലോമീറ്റർ ദൂരത്തേക്കാ. അപ്പൊ ഈ 4 കിലോമീറ്റർ അല്ല, 4,200 വരും. 4 കിലോമീറ്ററും 200 മീറ്ററും ഇത്രയും ദൂരത്തേക്ക് വരുമ്പോഴേക്ക് മഴ ഉണ്ട്. അപ്പൊ ഏതാണ്ടൊക്കെ ഒരു മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട്. പക്ഷെ വലിയ ടൈറ്റ് പെയ്ത്തൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ളൂ എന്തായാലും. പക്ഷെ നമ്മളവിടെയൊക്കെ പാടം തോടൊക്കെ വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങിയ പോലെയൊക്കെയാണ്. മുഴുവനായിട്ടും പോവില്ല, എന്തായാലും അങ്ങനെ തന്നെയല്ലേ. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യല്ലോ. തോട്ടിലൊക്കെ പാകമാണ് വെള്ളം എന്ന് പറയാം. പേടിക്കേണ്ട വിഷയങ്ങളൊന്നും ഇല്ല. നമ്മളിവിടെ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂര് മാത്രമേ ഉള്ളൂ. അയ്യോ, നമ്മളുടെ ഈ മുന്നിൽ കാണുന്ന കാടുണ്ടല്ലോ, അത് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലമാണ്. അതായത് വാണിയമ്പലം റെയിൽവേന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാട്ടാ. റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നല്ല കാട്ടിയൊക്കെ മാറ്റി കയറ്റണം. ഈ വണ്ടിയിൽ ചെറു വണ്ടിയിൽ നിന്നും വലിയ വണ്ടിയിലേക്ക് കയറ്റുന്ന കാഴ്ച. അതുപോലെ തന്നെ ഇവിടെ വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തതൊക്കെ കാണാം. അതിനൊക്കെ പറ്റി വല്ല അലമ്പില്ലാത്തൊരു ഏരിയയാണ്, റോഡാണ് ഈ റോഡ് എന്ന് പറയുന്നത്. കൂട്ടിക്കുളത്തി. അതായത് നമ്മൾക്ക് ആ ഒരു 80 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിട്ടേൺ പോന്നപ്പോൾ ഒരു ഇട്ട കൈ കാണിച്ച് കയറി. ഇവിടെ വണ്ടൂർക്കായിട്ട് ഞാൻ വണ്ടൂർക്കെന്ന് എഴുതി ടൗണിൽ കൊണ്ടുവന്നു. അപ്പൊ അവര് പറഞ്ഞോട് സ്റ്റാൻഡിലേക്ക് ഒന്ന് കൊണ്ടാക്കി തരുമോ വെച്ചു. അങ്ങനെ സ്റ്റാൻഡിൽ കൊണ്ടാക്കി. ടൗൺ വരെ വരുമ്പോ തന്നെ നമുക്ക് 10 രൂപ അങ്ങനെ മടക്കം വരും. പിന്നെ സ്റ്റാൻഡിലേക്ക് മിനിമം ചാർജും വരും. അങ്ങനെ 40 രൂപ അവര് തരുകയും ചെയ്യും. അവർക്കറിയാം, പൊതുവെ ആളുകൾക്ക് അറിയാം. സ്ഥിരമായിട്ടൊക്കെ പോകുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. അല്ലാത്തവർ ചോദിക്കും അത്രയൊക്കെ വേണോ. ഒരു ദിവസം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇതേപോലെ തിരിച്ചു പോരുകയാണ്. എൻ്റെ നാട്ടിൽ നിന്നല്ല, എൻ്റെ തൊട്ടടുത്ത നാട്ടിൽ നിന്ന്. അറിയുന്ന ആളുകൾ തന്നെയാണ്, അറിയുന്ന ഒരാളാണ്. അപ്പൊ അവര് കയറിയിട്ട് പറഞ്ഞു അവരങ്ങാടിക്കാ, ഞാൻ അങ്ങാടിക്ക് തിരിച്ചു പോരാ. അപ്പൊ ഞാൻ അങ്ങാടിക്ക് തന്നെ സ്വാഭാവികമായിട്ട് അവര് കയറി അങ്ങാടിയിലേക്ക് തന്നെ പോരുന്ന പോരല്ല. അവര് പറഞ്ഞു ബൈപ്പാസിന് തിരിഞ്ഞിട്ട് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തരുമോ. എനിക്ക് അങ്ങനെ പോകുമ്പോഴേക്ക് എനിക്ക് 1/2 കിലോമീറ്റർ കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഞങ്ങൾ മിനിമം ചാർജ് മേടിക്കും. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ഒരു 10 രൂപയും കൂടെ ഏറെ മേടിക്കും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പോവാണെങ്കിൽ ശരിക്ക് മിനിമം ചാർജ് 30 രൂപ വരും കേട്ടോ, ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ 10 റുപ്യൊക്കെ തന്നാലും മതി എന്ന് പറഞ്ഞു. അതിലൊരു അപ്പൊ ഇത് മടക്കമല്ലോ ചോദിച്ചു. മടക്കമാണ്. മടക്കം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ ഞാൻ യാത്രക്കാരനാണ്, ഞാൻ ഓട്ടോ കയറി, എനിക്ക് പോവേണ്ട സ്ഥലത്തേക്ക് ഓട്ടോക്കാരാക്കി തരിക എന്നുള്ളതല്ല മടക്കത്തിന്റെ ഉദ്ദേശം. ആണോ, ടൗണിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളത്, ടൗണിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ സഹകരിച്ചു. അപ്പൊ ഞാൻ അത് അവരോട് പറഞ്ഞ് അവർക്കത് മനസ്സിലാക്കി കൊടുത്തു. നമ്മളറിയുന്ന ആൾക്കാരാണല്ലോ. പക്ഷേങ്കിൽ ഇവരെന്താട്ട് ചോദിച്ചാല് ഇവര് ടൗണിൽ വന്ന് ടൗണിലേക്ക് തന്നെ എന്നാ പിന്നെ നീ സാധാരണ വിടുന്നോടത്തേക്ക് തന്നെ വിടുന്ന് പറയാം. അപ്പൊ ഞാൻ ടൗണിൽ കൊണ്ടുവന്ന ഇവിടെ സെൻട്രലിൽ ഇറക്കി. പക്ഷേങ്കിൽ അവര് പിന്നെ അതിനുശേഷം നമ്മളോട് ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടതുപോലെയൊക്കെ ഫീലായി. നമ്മള് ഇതിന്റെ ഒരു റൂള്, ഇതിന്റെ ഒരു കാര്യങ്ങള് പറഞ്ഞു കൊടുത്തതാണ്. നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാർ 10 രൂപ കുറച്ച് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കാറുണ്ട്. ഓട്ടോക്കാർക്ക് അങ്ങനെ 10 രൂപയൊക്കെ ഏറെ കൊടുക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, എനിക്കെന്നെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പലചരക്കിന്റെ പീടിക, ഒരു തുണി ഷോപ്പ്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് തരുന്നുണ്ടോ, എന്നാൽ വല്ല ഓഫർ ഇട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ആ ഓഫറുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. പിന്നെ ഒരു എന്താ പറയാ, ഒരു കമ്പനിപ്പടി നമ്മളെ നിലമ്പൂർ റോട്ടിന് പുളിക്കലോടി എത്തുന്നതിന് മുമ്പായിട്ട് കമ്പനിപ്പടി മമ്പാട്ട് പോലെ
പുളിക്കലോട് എത്തിയതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയില്ല, തിരുവാലി റോഡ് കണ്ടുകണോ? ആ ജംഗ്ഷനെയാണ് കമ്പനിപ്പടി അറിയുന്നത്. ഒഴിവാക്കിയോ? അങ്ങനെ. പക്ഷെ ഈ പറയുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ ഷോപ്പാണെങ്കിൽ, ഒരു ഷോപ്പ് ഇപ്പൊ ഒരു ഉദാഹരണം നമുക്കൊരു തുണി ഷോപ്പ് തന്നെ എടുക്കും. ഒരു തുണി ഷോപ്പില് അവര് നമ്മൾക്കൊരു 10-20 ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ലാഭം എടുക്കുന്നുണ്ട്. ഞാനും തുണി ഷോപ്പിൽ വർക്ക് ചെയ്താ, അവർക്കൊക്കെ നല്ല ലാഭമുണ്ട്. ഈ ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡീസലിന്റെ വിലയും സ്പെയർ പാർട്സിന്റെ വിലയൊക്കെ ആയപ്പോ സത്യം പറഞ്ഞ ഇപ്പോ ടൈറ്റാണ്, പരിപാടി ടൈറ്റ് ആയി കിടക്കുകയാണ്. അതാണ് ഒന്നിലേറെ അങ്ങനെ. ഞാനേ നാട്ടിൽക്കോ ട്രിപ്പ് പോകുന്നതാണ്. ഇപ്പൊ സമയം 3:50. ഞാൻ തിരിച്ചു പോവായിരുന്നു. അപ്പൊ തന്നെ ഒരു കോള് വന്നു നമ്മളിവിടെ മേലിന്. അപ്പോ ഒരു ഫോൺ ട്രിപ്പ്. അപ്പൊ ഇനിയിപ്പോ അവരെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇത് ലക്കാണ് സത്യം പറഞ്ഞാൽ. നമുക്കൊരു 1 സൈഡ് എണ്ണ ലാഭം, മനസ്സിലായോ? ഇതിപ്പോ ഞാൻ അങ്ങാടിയിലാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് ഇവിടെ വരെ വരണം ഇത് ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ അതിന്റെ ആവശ്യം വന്നില്ല, ഇവിടെ തന്നെ ആയതുകൊണ്ട് എടുത്തിട്ട് പോവാം. ഇങ്ങനെ ചില ലക്കുകളൊക്കെ ഇടക്കറിയാതെ വന്ന് പെടൂട്ടാ. ഇപ്പൊ ഇവിടേക്ക് ഞാൻ വന്നത് ഒരു 50 രൂപയുടെ ട്രിപ്പായിരുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 40 രൂപയും കൂടി കിട്ടിയാല് കളി മാറിയില്ല. 90 രൂപയായി. ഒറ്റ എണ്ണ ചെലവേ നമുക്കുള്ളൂ. അതാണ് പറയുന്നത്. സ്ഥലം അവിടെ എത്താനായിക്കോ ഇല്ലല്ല, ഇപ്പൊ വരുവാണ്. കാരണം നമ്മളൊരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവല്ലേ. പിന്നെ അല്ലാതാണെങ്കിൽ നമുക്ക് വരാന്നൊക്കെ പറയാം. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു ബ്ലോക്കും തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ഓട്ടം ഉണ്ടാവട്ടോ. വാവാക്കാൻ മാന്തന് ബാക്കുണ്ട്. ഇങ്ങോട്ടും നോക്കിയിട്ട് ചെറിയ നമ്മളെ ചെങ്ങായിയാണ്. ഓനൊന്ന് പോയി കാണണം വണ്ടി തള്ളിയിട്ട്. ഓന് പോവുക, അയ്യടാ പോവുക. ഓനെ കണ്ടിട്ട് കൊറേ ആയി. ഓനടുത്ത് പോയോട്ടെ. ഇവൻ പോവാണ്, സ്റ്റാൻഡ് വിട്ട് പോവാണ്. തേങ്ങമര കൂരാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടുള്ളത്. കൂരാട്. അപ്പൊ ഇവിടെ വെയിറ്റിങ്ങില ആളുകൾ അങ്ങോട്ടും ഉണ്ടാകും. ആളുകൾ അറിയാനൊന്നുമില്ല, ഒരാളെന്നെ ഉള്ളൂ. നമ്മളടുത്ത ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ പോകണം. എന്തായാലും നമുക്കിതൊരു ഇവിടേക്ക് എത്ര കിലോമീറ്ററാണ്? 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് കൂട്ടുകയാണെങ്കിൽ വന്ന് പോകുമ്പോഴുള്ള ചാർജ് എന്ന് പറയുന്നത് 307 രൂപയാണ്. അതൊരു 300 രൂപ. 1 സൈഡ് ആണെങ്കിൽ 221 രൂപ. അതായത് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വന്ന് റിട്ടേൺ അങ്ങോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ കിലോമീറ്റർ 30 വെച്ച കൂട്ടുക. 1 സൈഡ് ആണെങ്കിൽ 22.50 വെച്ച് കൂട്ടിയിട്ട് അതിന് 3.75 പൈസ കുറയ്ക്കാൻ വേണം. ഇന്ന് എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുള്ളൊരു മെസ്സേജാണ് അത്. ശരത് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്ന്. ഇതിപ്പോൾ ഞാൻ കാണിക്കാമെന്ന് കരുതി, കാരണം വല്ലാത്തൊരു ഫീലായിപ്പോയത്. ഇട്ട എല്ലാ വീഡിയോസും ഒരു 10 തവണ വെച്ച് കണ്ടിട്ടുണ്ടാവും. തിന്നുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ ഫ്ലോറസ്റ്റ് 71 ആണ് കാണുള്ളൂ. വീട്ടിൽ തെറിയാണ്, വേറെ ഒന്നും കാണാനില്ല വെച്ചാണ്ടുള്ള. അങ്ങോട്ട് കുറേ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, വരുന്നില്ല. എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാനിങ്ങനെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ചെങ്ങന്മാരപ്പോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഞാനിനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടില് അമ്മക്കൊക്കെ ഓടിക്കാൻ പോകണം പറ. അമ്മ ഒറ്റക്കാവില്ല, അമ്മന്റെ ഫ്രണ്ട്സാ അല്ലെങ്കിൽ വല്യമ്മമാർ ആരെയൊക്കെ ഉണ്ടാവും. തിരുവാലിക്ക് പോകണമെന്ന് പറഞ്ഞു. തിരുവാലിയിലൊക്കെ എന്താണ് ആ പോലെ പരിപാടി എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടാക്കി തരുമോ വെച്ച് വിളിച്ചേന്. അപ്പൊ തിരുവാലിയിലാണുള്ളത്. തിരുവാലിന് മടങ്ങി പോവാണ്. അമ്മ, വല്യച്ഛൻ, വല്യമ്മ, പിന്നെ ഒരു വല്യമ്മ ഇവരെയും കൊണ്ടാ പോകുന്നത്. അപ്പൊ നമ്മൾക്കിത് ട്രിപ്പ് അല്ല കേട്ടാ. ഇതിന് പിന്നെ എന്തായാലും നമ്മള് പൈസ അങ്ങനെ ശരിയാവില്ല. അവര് വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും ഞാൻ അവരെ കയറിയപ്പോ ഷോട്ട് എടുക്കണം ശരി, ഞാൻ മറന്നേ. ഞാൻ എന്താ വെച്ചാല് സാധാരണ യാത്രക്കാരെ കയറുമ്പോ ഞാൻ വീഡിയോ എടുക്കല്ലോ, അതേ കണക്കന്നെ ഇതും കരുതി. അതുകൊണ്ട് ഞാൻ അതൊരു ഷോട്ട് എടുക്കാൻ മറന്നുപോയി. അത് സംഭവിച്ചു ഇല്ല, ഞാൻ എടുക്കാറ്. അപ്പൊ ഏതാണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ 180 രൂപയോളൊക്കെ വാടക വരുന്ന സ്ഥലമാണ്. എന്റെ നാട്ടിൽ നിന്ന് വരുമ്പോ, ടൗണിൽ നിന്ന് വരുമ്പോ 150 രൂപയാണ് വരിക. അപ്പൊ അവരവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോ അവർക്ക് അറിയും എത്രയാണ് വാടക വരിക എന്നുള്ളതൊക്കെ. അതെന്താ വെച്ചാല് അമ്മയ്ക്കും കാണിക്കണം ഡോക്ടറെ എന്ന് പറഞ്ഞ അമ്മ. പിന്നെ വല്യച്ഛന് കാലിന് സുഖമല്ല, അതാണ്. അപ്പൊ പിന്നെ അവരെന്തായാലും കാണിച്ചു തരട്ടെ. ഞാനിനി നേരെ വണ്ടൂരിലേക്ക്. ഇപ്പൊ സമയം 5:30 ആയിട്ടാണ്. ചേങ്ങന്മാരല്ലേ ഇല്ലേ, അത്യാവശ്യത്തിലേറെ വണ്ടികളുണ്ട്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7 മണി. അപ്പൊ ഞാൻ നൈസായിട്ട് വീട്ടിൽ പോയാലോ എന്ന് കരുതാണ്. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാല് സാധാരണഗതിയിലുള്ള ഒരു പോക്കല്ല പോണേ. വേറെ ചെറിയൊരു പരിപാടി. അത് ക്യാമറ നോക്കട്ടെ.
രാത്രി ചൂണ്ടലിടാനേ ഒരു കമ്പം. അപ്പൊ ഞാന് ചൂണ്ടലിടാൻ വേണ്ടിട്ട് പോവാണ്. നെക്സ്റ്റ് വീഡിയോ നൈറ്റ് ഫിഷിങ് ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും കിട്ടുമല്ലോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിൽ കിട്ടണ്ടാണ് സാധ്യത ഉണ്ട്. സാധ്യത തന്നെ ഉള്ളു. സാധ്യത എന്ന് പറഞ്ഞാല് വല്ലാതൊന്നുമില്ല. എന്നാലും രാത്രിയല്ലേ, മീനല്ലേ, നമ്മൾ വളർത്തുന്നതാണോ? അല്ല, പുഴ തോട്ടിൽ കിടക്കുന്നതാണ്. നമ്മൾ വളർത്തുന്നതാണെങ്കിൽ പോലും മീനായതുകൊണ്ട് നമ്മൾ അനുസരിക്കൂല. എന്നിട്ടപ്പൊ ഈ തോട്ടിൽ കിടക്കുന്ന മീൻ, ഇതൊക്കെ ഒരു ഭാഗ്യത്തിന്മേൽ കിട്ടുന്ന സാധനമാണ്. അപ്പൊ നമ്മൾക്ക് ഭാഗ്യം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ചെറിയ മീൻ ഇഷ്ടല്ലേ? പിന്നെ ആ ചെറിയ മീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇഷ്ടമായിട്ട്. ആ അതായത് വലിയ മീൻ കിട്ടിയില്ല പോയെന്ന്, അതാണ് അവൾക്ക് ഇഷ്ടമായത്. ഇതിന് മുമ്പ് ഉണ്ടാക്കി ചെറിയ പരൽ മീൻ ഉണ്ടല്ലോ, അതിന് മുള്ളു കൂടുതലാണ്, അതൊക്കെ പറ്റണില്ല. എന്തായാലും ഞാനിപ്പോൾ വീട്ടിലാണ്. കൊല്ലിയിൽ നിൽക്കും. അപ്പം അത് ഇടങ്ങാറാണ്. അതായത് ഞാൻ രാത്രി ഇപ്പോൾ ഒന്ന് ഫിഷിങ്ങിന് പോകണം, ചൂണ്ടലിടാൻ പോവുകയാണ്. പറഞ്ഞ പോലെ ഇന്ന് തൊള്ള ഫിഷിങ്ങിന് ഫിഷിങ് എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് 900 റുപ്യക്കാണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ ഫിഷാണ് മീനാ ഒക്കെ അറിയാമല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതാണ് സ്കൂളിൽ പഠിച്ചത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ടാറ്റ ബൈ.